6 പതിറ്റാണ്ടോളമായി ദുരിതം പേറി ജീവിക്കുകയാണ് പാലക്കാട് മലമ്പുഴയിലെ വയോധിക ദമ്പതികളായ രാമൻകുട്ടിയും ഭാര്യ ശാന്തയും. വനമേഖലയോട് ചേർന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഇവർക്ക് വീട്ടിലെത്താൻ 1 കിലോമീറ്ററിലധികം നടക്കണം. വന്യമൃഗങ്ങളെ പേടിച്ചാണ് വർഷങ്ങളായുള്ള ഇവരുടെ ജീവിതം. അർബുദബാധിതനായ 93 വയസ്സുകാരൻ രാമൻകുട്ടി ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ്. പകലും മനസ്സമാധാനമില്ല മോനെ. പുള്ളി ആനയുടെ മുന്നിൽ പോയി പെട്ടു. ഒരു ദിവസം ഞാൻ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ രാവിലെ വൈകിട്ടുണ്ട് 6 മണിക്ക് റോഡ് ആന പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇനിയിപ്പോൾ ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? വിങ്ങുന്ന ഹൃദയവുമായി ജീവിക്കുകയാണ് രാമൻകുട്ടിയും ഭാര്യ ശാന്തയും. മലമ്പുഴ അയ്യപ്പൻ പൊറ്റയിൽ നിന്ന് പ്ലാന്റേഷൻ ഭാഗത്തൂടെ 1 കിലോമീറ്ററിലധികം നടന്നു വേണം ഇവരുടെ വീട്ടിലെത്താൻ. 93 വയസ്സുള്ള രാമൻകുട്ടിയും 73-കാരിയായ ഭാര്യ ശാന്തയും മാത്രമാണ് ഈ വീട്ടിലെ താമസക്കാർ. ആതുരാശ്രമം എസ്റ്റേറ്റിൽ 60 വർഷം മുൻപ് ജോലിക്കെത്തിയതാണ് രാമൻകുട്ടി. ആയ കാലത്ത് മണ്ണിനോട് പടവെട്ടി അധ്വാനിച്ച് 4 പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചു. എന്നാൽ ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. 60 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് താമസം. അന്ന് കുറെ അധികം വീട്ടുകാരൊക്കെ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. എസ്റ്റേറ്റിൽ അന്ന് സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. ഒരു 10-60 സ്ഥിരം പണിക്കാരും ഒക്കെ ഉള്ളൊരു പ്രദേശമായിരുന്നു. എല്ലാ ആളും പേരും ജനങ്ങളും നിറയെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം സർക്കാർ ഏറ്റെടുത്തു എസ്റ്റേറ്റ്. പിന്നെ അവിടെ ജനങ്ങളില്ല. അതെല്ലാം വനം പോലായിട്ട് ആന ഇപ്പോഴും ആട്ടിടാണ്ട് വരും. മിക്കവാറും ദിവസം ഇപ്പോൾ ഒരു 4 ദിവസമായിട്ട് വരുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് പോയി കൂവി കാവിയൊക്കെ പോവുക പതിവാണ്. അപ്പൊ ആന ഓടിയിരുന്ന ഇടയ്ക്കേറെ വന്നാൽ ഇവിടെ ചുരുണ്ട് കൂടുക എന്നല്ലാണ്ട് നിവൃത്തിയൊന്നുമില്ല. ആരും വിളിച്ചാൽ പോലും കേൾക്കാത്ത വനവകുപ്പിന്റെ ഈ മിച്ചഭൂമിയിൽ ഒറ്റപ്പെട്ടാണ് ഇവരുടെ താമസം. കാട്ടാനകളോടും വന്യമൃഗങ്ങളോടും മല്ലിട്ടാണ് ജീവിതം. രാമൻകുട്ടി അടുത്തിടെ ക്യാൻസർ ബാധിതനായി. ശാന്ത കുറച്ചുനാൾ മുൻപ് വരെ തൊഴിലുറപ്പ് ജോലിക്ക് പോയിരുന്നു. പ്രായവും രോഗവും തളർത്തിയ ഈ ദമ്പതികൾക്കിനി എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ല. വീടിന് അപേക്ഷ പല പ്രാവശ്യം കൊടുത്താൽ മോനെ. 15 വർഷം ഞാൻ പഞ്ചായത്ത് കയറി ഇറങ്ങി നടന്നോളാം. പിന്നെ ഞാൻ മടുത്തിട്ട് പോകുന്നില്ല. ചെല്ലുമ്പോൾ ഓരോ കാര്യം തടസ്സം പറഞ്ഞു വിടുക. കാണുന്നവരൊക്കെ പറയും പി കെ ശാന്തയ്ക്ക് 4 പെൺകുട്ടികളാണ്, പഞ്ചായത്തിൽ നെല്ലും സഹായവും കിട്ടുമെന്ന്. 35 രൂപ ഈ തലയിൽ മരം വീണപ്പം വീട് വീണപ്പം കിട്ടി. അതിനു മുമ്പേ മേപ്പരയ്ക്കെന്നും പറഞ്ഞൊരു 5000 രൂപയും പല ആനുകൂല്യങ്ങളും പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മഴ ശക്തിയാകുമ്പോൾ ഇവർക്കുള്ളിൽ ആധിയാണ്. മരങ്ങൾ കടപുഴകി വീട്ടിലേക്ക് വീഴുമോ എന്ന ആശങ്കയുണ്ട്. വീട്ടുസാധനങ്ങൾ വാങ്ങണമെങ്കിൽ പലപ്പോഴും ഈ വയോധികർ കിലോമീറ്ററുകളോളം നടക്കണം. പഞ്ചായത്തിൽ പലതവണ പുതിയൊരു വീടിനായി അപേക്ഷ നൽകിയെങ്കിലും സ്വന്തമായി ഭൂമിയില്ലെന്ന കാരണത്താൽ നിരസിക്കപ്പെട്ടു. ഈ ദുരിതം സർക്കാർ കാണുക തന്നെ വേണം. ആതുരാശ്രമം കോളനിയിലെ ഒരു ഒറ്റപ്പെട്ട വീടാണ്. ഇവിടെ 2 വൃദ്ധരായ ആൾക്കാരാണ്. 93 വയസ്സും 73 വയസ്സുള്ള ആളുകളാണ്. അവർക്ക് വേറെ മാർഗ്ഗമില്ല. തൊഴിലുറപ്പാണ് പണി. വേറെ സ്ഥലവുമില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ പോലും പുറംലോകം അറിയില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തും. അവരെ താഴെ പുനരധിവസിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയും ചെയ്യും. സാങ്കേതികത്വങ്ങൾക്കപ്പുറത്ത് മനുഷ്യത്വപരമായ ഇടപെടലാണ് ഈ ദമ്പതികൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിന്റെ കൈത്താങ്ങുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാമൻകുട്ടിയും ഭാര്യ ശാന്തയും. ന്യൂസ് മലയാളം, പാലക്കാട്.